ഹലോ, ഇന്നത്തെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ ആയി നമ്മളിങ്ങനെ വീഡിയോ എടുത്തിട്ട് ഷോർട്ട് വീഡിയോയിൽ കുറച്ച് ദിവസമായി നമ്മളൊരു ലോങ് വീഡിയോ ഒന്നും ഇടാത്ത. ഇവള് കുറച്ച് നാളായി അങ്ങ് ജിഷ്ണുവിന്റെ വീട്ടിൽ തന്നെയാന്നുള്ളത്. ലീവിന് വന്നോണ്ട് 1.5 മാസം അങ്ങനെയാണ്. പിന്നെ ഇവിടെ വന്നാൽ എപ്പോഴും തിരക്കായിരിക്കും, അങ്ങും ഇങ്ങും പോക്കും വരവും. കുറെ സ്ഥലത്തെല്ലാം പോകാനുണ്ടാവും, പിന്നെ കുറെ ട്രിപ്പെല്ലാം പോയി. അങ്ങനെ കുട്ടു അങ്ങ് എത്തി, കുഴപ്പമൊന്നുമില്ല. ഡ്യൂട്ടിക്കെല്ലാം പോയി തുടങ്ങി. സരിതേച്ചി ഒരു ചേച്ചിയുണ്ട്, സരിതേച്ചി ചേച്ചി മെസ്സേജ് അയക്കാറുണ്ട് മോളെ എങ്ങനെയുണ്ട് എന്നല്ല. പിന്നെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ എൻ്റെ കോൾഡ് ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. നല്ലോണം കോൾഡെല്ലാം പിടിച്ച് ആകെ സീനായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടാ. ഒരു ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആണ്. വൈകുന്നേരത്തെ സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഒരു വെറൈറ്റീസ് ആണ്. അപ്പൊ നമുക്കത് ആക്കുന്നത് കണ്ടിട്ട് വരാം. അമ്മ അപ്പൊ അതെന്നെ ആക്കുന്നെന്ന് പറയാ. ചായന്റെ കടിയാ അതാക്കുന്നത്. നമുക്കിന്ന് കുറച്ച് ചക്കയപ്പാക്കാം. അത് ചക്കയപ്പം എന്ന് പറഞ്ഞാല് നമ്മള് പഴുത്തയൊക്കെ കുറച്ചുണ്ടായിനേനു. അത് നല്ല രീതിയിൽ വഴറ്റി വെച്ചിട്ടുണ്ട്. നമ്മളിങ്ങനെ ശേഖരിച്ചു വെക്കും. പഴുത്തയൊക്കെ കിട്ടിയാല് ശേഖരിച്ച് വെച്ച് അപ്പൊ കുറച്ച് വഴറ്റി വെച്ചിട്ടുണ്ടായിന്. അതിങ്ങനെ വഴറ്റല് എന്ന് പറഞ്ഞാല് നല്ല നല്ല ചക്കയായിരുന്നു കേട്ടോ. ഇനിയിപ്പോ കുറേ ചക്ക നമുക്ക് ഉണ്ടാവുന്നുണ്ട്. പിന്നെ അത് ശരിക്കും മൂത്തില്ല, പഴുക്കാനാന്നേ ഉള്ളൂ. പിന്നെ ഒരുപാട് ചക്കയുണ്ട്. പിന്നെ ആദ്യം ആക്കി 1-2 ചക്കയാന്ന് ഞാൻ പഴുത്തിട്ട് അതാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിന്. അപ്പൊ നല്ല രീതിയിൽ പഴുത്ത ചക്ക നമ്മൾ ഇരിഞ്ഞിട്ട് പിന്നെ മിക്സിയിലിട്ട് അടിച്ച് നല്ല ചാറ് പോലെ ആക്കിയിട്ട് അത് പിന്നെ അത് നമ്മളെ മറ്റേ ഉരുളി അടുപ്പത്ത് വെച്ച് അപ്പൊ അതിൻ്റെ അടിയിൽ കുറച്ച് നെയ്യൊക്കെ ഒഴിച്ച് അതിനുശേഷം ഈ മിക്സിയിലിട്ട ജാറിലിട്ട് അടിച്ച ചക്ക നമ്മൾ ഉരുളിയിലേക്ക് ഒഴിച്ച് നല്ലപോലെ വരട്ടി അതിൻ്റെ അകത്ത് കുറച്ച് പിന്നെ വെല്ലം കുറച്ച് ചേർത്തിന് വേണ്ട ആവശ്യത്തിന് ചേർക്കാം. നല്ല ചക്കയാണ്, പഴുത്ത ചക്കയാണ്, നല്ല മധുരമുള്ള ചക്കയാണ്. അപ്പൊ അതും കൂടി വഴറ്റി നമ്മൾ നല്ല രീതിയിൽ വഴറ്റി ആക്കിയിട്ട് നല്ല ചക്ക പിന്നെ ഇതാക്കി വെച്ചിട്ടുണ്ട്. ചക്ക പൊന്നിന് പോകുമ്പോൾ കൊടുത്തേച്ചിന്. അപ്പൊ അത് ചക്ക ഐസ്ക്രീം എന്നാണ് പൊന്നു പറയല്. ആ സമയത്ത് ആക്കി വെച്ചാണ്. കുറച്ച് പിടിയും വെച്ച് കുറച്ച് മൂക്ക് പോകുമ്പോൾ കൊടുത്തേച്ചു. പിന്നെ അതിനെ കൊണ്ട് നമ്മൾ ഇന്നൊരു കിഡിലൻ ഐറ്റം ചായന്റെ കടി ആക്കാൻ പോയിന്ന്. അപ്പൊ നമുക്ക് അതിലേക്ക് കിടക്കാം. ഓക്കെ. ഹലോ, അപ്പൊ അങ്ങനെ നമ്മളിതാ ചക്കയപ്പം ആക്കാൻ പോവാന്ന്. അപ്പൊ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് കേട്ടാ. അതിനകത്തേക്ക് ഇതാണ് ചക്ക വരട്ടി വെച്ചത് കേട്ടാ. നല്ല വെല്ലം ശർക്കര അതെല്ലാം ഇട്ടിട്ട് നെയ്യെല്ലാം ഇട്ടിട്ട് നല്ല മിക്സിയിൽ അടിച്ച് വഴറ്റി എടുക്കുകയാണ്. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിട്ട്. അപ്പൊ ആദ്യം നമ്മൾ ഈ പാത്രത്തിലേക്ക് അരിപ്പൊടി ഇടും അല്ലേ? പത്തിരിപ്പൊടി ഏതായാലും കുഴപ്പമില്ല. നമ്മള് പുട്ടിന്റെ എല്ലാം പൊടി പൊടിച്ചു വെക്കലാണ് ഇപ്പം അല്ലെ. കുറച്ചായിട്ടാണ് ഇങ്ങനെ പാക്കറ്റ് വാങ്ങലേ ഇല്ല പാക്കറ്റ്. അപ്പൊ ഇതാ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നേരിയ അരിപ്പൊടി നമ്മള് വാങ്ങി ഇതേതാണ് നൈസ് എന്ന് പറഞ്ഞിട്ടുള്ള പത്തിരിപ്പൊടിയാണ് കേട്ടാ. അപ്പൊ അത് ഇട്ടിട്ടുണ്ട്. എന്നിട്ടാകുമ്പം അതിനകത്തേക്ക് നമ്മളെ ഈ ചക്ക ഐസ്ക്രീം ഈ സംഭവം ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ്. എല്ലാ ടേസ്റ്റാണ്. നിങ്ങള് ചക്കയുള്ളവര് പിന്നെ ഇങ്ങനെ വഴറ്റി വെക്കണം കേട്ടോ. ചക്ക സ്റ്റോർ ചെയ്ത് വെക്കാലോ അല്ലേ? അതെ, കളയാൻ പാടില്ലല്ലോ. നമുക്ക് ചക്ക വെച്ച് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടാ. ഇവര് ചക്ക കഴിക്കൂല, പക്ഷെ ഇങ്ങനെ ചക്കേന്റെ എന്തെങ്കിലും ഐറ്റംസ് ഞാൻ ഇങ്ങനെ ആക്കി കൊടുത്താൽ പലഹാരം ആക്കി കൊടുത്താല് കുറച്ച് കഴിക്കും. കുറച്ച് ഇതിന്റെ കൂടെ കുറച്ച് ഉപ്പിടുക. നല്ലോണം ലൈറ്റ് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ആക്കുക. നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടാ പുറത്ത്. സൗണ്ട് ഉണ്ടോ അറിയില്ല. അപ്പൊ നല്ല രീതിയിൽ മിക്സ് ആയി കൊടുക്കുക. ലൈറ്റ് ചൂടുവെള്ളം ഒഴിക്കണം അല്ലേ അമ്മ? നമ്മളെ ചക്ക വഴറ്റുന്ന സമയത്ത് തന്നെ പിന്നെ പഞ്ചസാര വെല്ലം ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് മധുരത്തിന്റെ വലിയ ആവശ്യം വരൂല അല്ലേ? മധുരമുണ്ട്. അപ്പൊ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മളിത് മിക്സ് ആക്കിയിട്ട് വരണം. അപ്പൊ നമ്മൾ നല്ല രീതിയിൽ ചപ്പാത്തിക്ക് കുഴക്കും പോലെ കുഴച്ചിട്ട് നല്ല രീതിയിൽ ഇങ്ങനെ ഇതാക്കി വെക്കുക. കുഴമ്പ് രൂപത്തിൽ നല്ലൊരു ചപ്പാത്തി കൂട്ട് പോലെ ആക്കിയിട്ട് നമ്മൾ കുഴച്ചിട്ട് വെക്കുക. അതിന് ശേഷം കുഴക്കുമ്പോൾ തന്നെ നമ്മള് തേങ്ങയുണ്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. തേങ്ങ മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത്
തേങ്ങ അപ്പൊ ഇതാ തേങ്ങ മുറിച്ച് വെച്ചിട്ടുണ്ട് ചെറിയ രീതിയിൽ. പിന്നെ അതിനി നെയ്യില് തേങ്ങാക്കൊത്ത് നല്ല രീതിയിൽ നെയ്യിൽ വറുത്തിട്ട് ഈ കൂട്ട് കുഴച്ചതിന്റെ കൂടെ ഇട്ട് മിക്സ് ആക്കുക. അപ്പൊ നമ്മള് നെയ്യില് വറുത്തിട്ട് വരാട്ടാ. നമ്മളിതാ പിന്നെ ഇത് ഈ പാത്രം ചൂടായിട്ടാ കറിക്കെല്ലാം വറുത്തിടുന്ന. നമ്മള് കറണ്ടീന്ന പറയാ, നിങ്ങളെന്നാ പറയാ അറിയില്ല. അപ്പൊ അതിനകത്തേക്ക് നമ്മള് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളെ ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. പോയാമ അടിക്കും. എന്നിട്ട് അതിനകത്തേക്ക് നമ്മളെ തേങ്ങാക്കൊത്ത് ഇടുക കേട്ടോ. കൊത്ത് വെച്ച് അതിൻ്റെ അകത്തേക്ക് തേങ്ങാക്കൊത്ത് ഇട്ട് നല്ലപോലെ ഇളക്കുക. നല്ലപോലെ ഇളക്കി നല്ലൊരു ബ്രൗൺ കളറാകുമ്പോൾ വാങ്ങിയിട്ട് നമ്മൾ പിന്നെ കൂട്ടുണ്ടല്ലോ, നമ്മളാക്കി വെച്ച അരിയും ചക്കിയുമുള്ള കൂട്ടിൻ്റെ അകത്ത് ഇത് ഒഴിച്ച് നല്ലപോലെ മിക്സ് ആക്കി കുഴക്കുക. നമുക്ക് അതിന് ശേഷം പിന്നെ ഇലയിലാണ് ആക്കണ്ടത്. ഇല വാട്ടി പിന്നെ അതിൻ്റെ അകത്ത് ഇത് നല്ലപോലെ ഇങ്ങനെ അത് നമുക്ക് കാണിച്ചു കൊടുക്കാം. അറിയായിരിക്കും എല്ലാവർക്കും, പക്ഷെ അറിയാത്തവരും ഉണ്ടാവുമല്ലോ. ഏടിയിലോ ഉള്ളവരെല്ലാം നമ്മളെ വീഡിയോ കാണുന്നില്ലേ, അപ്പൊ അവർക്കും നല്ല രസാന്ന് കേട്ടോ. ചക്ക എന്ന് പറഞ്ഞാല് നമ്മള് വെറും ചക്ക വെക്കലല്ല, അതിനെ കൊണ്ട് പല ഐറ്റംസ് നമുക്ക് ചക്ക പ്രഥമം വെക്കാം. ഇതുപോലെയുള്ള ഓരോരോ കിടിലൻ എന്നാ പറയണ്ടേ ചായക്ക് കടി ഐറ്റംസ് പലഹാരവും നമുക്ക് ചക്കേനെ കൊണ്ടാക്കി തന്നാ. നല്ല പോഷക ഗുണമുള്ളതാണ് ചക്ക. ഷുഗറുകാർക്കും എല്ലാം നല്ലതാണ് ചക്ക വെച്ച് തിന്നുന്നതെല്ലാം. അങ്ങനെ നമ്മളെ ഇതിതാ അത്യാവശ്യം വഴറ്റി വന്നിട്ടുണ്ട് കേട്ടോ, അല്ലേ? കളർ ഈ കറണ്ടിയിൽ തന്നെ ആക്കിയാൽ വേഗാവും അല്ലേ? പക്ഷെ എല്ലാരും പറയാ അറിയില്ല. നമ്മള് ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് നല്ല ആ നെയ്യും നല്ല മണമുണ്ട്. വറുത്തതല്ലേ തേങ്ങാക്കൊത്ത് നെയ്യിൻ്റെ അകത്ത് വറുത്ത് ഇതുപോലെ നല്ലപോലെ ഇത് ആഡ് ചെയ്യുക. അതിന് ശേഷം വേണം പിന്നെ ഇലയുടെ മുറിച്ച് കൊണ്ടുവച്ചിട്ടുണ്ട്. ഇല മുറിച്ച് കൊണ്ടുവച്ചിട്ടുണ്ട്. അതാ ഇനി നമുക്ക് ആ ഇല വാട്ടണം. ഈ ഇലയൊന്ന് വാട്ടണം നമുക്ക്. ഇനി ഇത് നമ്മള് നല്ല വൃത്തിക്ക് മിക്സ് ആക്കട്ടെ കേട്ടാ. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്, അതുകൊണ്ട് സൗണ്ട് ഉണ്ടാവുമോ? പുറത്ത് ഭയങ്കര മഴയാണ് കേട്ടോ. നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ ഒരു റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു മഴയത്ത് കളിക്കുന്ന. ഞാനും സിഞ്ചുബ്ര, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ മഴയത്ത് കളിക്കാൻ. പക്ഷെ ഇപ്പൊ തണുപ്പ് ജസ്റ്റ് മാറി വരുന്നേ ഉള്ളൂ. അങ്ങനെ ഇതാ ഈ ചക്ക നല്ല വൃത്തിക്ക് കുഴച്ചില്ലേ, നല്ല എന്താ പറയണ്ടേ, നല്ല ഇതുപോലെ ചപ്പാത്തിക്ക് പിന്നെ കുഴച്ച പോലെ നല്ല സ്മൂത്തായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് തേങ്ങാക്കൊത്തും കൂടി കൂട്ടി നല്ല എലിക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് ഇലയില് പരത്തിയിട്ട് ബോറൊന്നും അടിക്കില്ല. ഇതെല്ലാം നല്ല വെറൈറ്റി സാധനങ്ങളാണ്. ഈ ഫാസ്റ്റ് ഫുഡ് വാങ്ങി കഴിക്കുന്നതിനേക്കാളി നല്ലത് നമ്മളെ വീട്ടിലുണ്ടായിരിക്കുന്ന ചക്ക, മാങ്ങ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ എടുത്തിട്ട് ഇങ്ങനെ പലഹാരമാക്കി തിന്നുക, കുട്ടിക്കെല്ലാം കൊടുക്കുക. അതെ, ഇടയ്ക്കിടയ്ക്ക് വീഡിയോയിലെല്ലാം ഇടുക, എല്ലാവർക്കും അത് ട്രൈ ചെയ്യാലോ. അപ്പൊ അങ്ങനെ അമ്മ ഇതാ ഇല വാട്ടുന്നുണ്ട് കേട്ടാ. ഇല വാട്ടിയാൽ ഇതിനകത്ത് നല്ല ഇതിലിങ്ങനെ മടക്കി ചക്ക കടിയാക്കാം. മടക്കാൻ പറ്റുമല്ലോ. ഓരോന്ന് വാട്ടി വാട്ടി വെക്കണം. അപ്പൊ അമ്മ വാട്ട്, അപ്പത്തേക്ക് ഞാൻ വരാം. അങ്ങനെ നമ്മളിതാ ഇതേപോലത്തെ ഷേപ്പിൽ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇത് നമ്മൾ ആവിയിൽ വെന്തിട്ടാകുമ്പോൾ നമ്മൾ എന്തെങ്കിലും വെച്ചാൽ കട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ ഇഡലി പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് ആവി കയറ്റിട്ടിത്. അങ്ങനെ ഇതാ ഇലയിൽ ഇങ്ങനെയാണ് കേട്ടോ, ഇങ്ങനെ പൊതിഞ്ഞിട്ട് വെക്കുക അല്ലേ. ലാസ്റ്റ് ഇത് കട്ട് ചെയ്യും, നമ്മൾ മുട്ടായി പോലെ ആക്കിയിട്ട് വെക്കുക. എല്ലാം അങ്ങനെ ആക്കിയിട്ട് വെക്കുക കേട്ടോ. അതിലിടക്ക് നമ്മളെ കറണ്ട് പോയി, നല്ല മഴയാണ്, കറണ്ട് പോയി. അതുകൊണ്ട് നമ്മൾ ഇത് എമർജൻസി എല്ലാം വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ. ഇങ്ങനെ വെച്ചാൽ മതി, ഇങ്ങനെ ജസ്റ്റ് ഒരു ഇങ്ങനെ ആക്കിയിട്ട് വെക്കുക. അപ്പൊ ഇതെല്ലാം ആക്കിയിട്ട് നമ്മൾ ആവി കയറ്റാൻ വെക്കട്ടെ.
അങ്ങനെ നമ്മൾ ഇഡ്ഡലി പാത്രം വെച്ചിട്ടുണ്ട്. ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ച് ആവിൻ്റെ തട്ട് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഈ ചക്ക ഈ ഷേപ്പിലാക്കി വെച്ചത്, ഇലയിലാക്കി വെച്ചത് ഇങ്ങനെ ഓരോന്നും എടുത്ത് ഇതിൽ വെക്കുക. എല്ലാം എടുത്ത് വെക്കുക കേട്ടോ. ഈ ഷേപ്പിലാക്കിയത് ഇവിടെ വേവാൻ വേണ്ടി വെക്കണം. കുറച്ച് വേവുണ്ട് കേട്ടോ, ചക്കയല്ലേ. കുറച്ച് വെന്തതിന് ശേഷം ഞങ്ങൾ ഇതെല്ലാം എടുത്ത് പിന്നെ പീസാക്കി മുറിച്ചിട്ട് എന്തൊന്നും മുറിക്കാണ്ടും കഴിക്കാം. നല്ല പലഹാരമാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അധികം ആൾക്കാർക്കും അറിയായിരിക്കും അല്ലേ, പക്ഷെ എന്നാലും നമ്മൾ ഈ കണ്ണൂര് വിട്ടിട്ടുള്ളവർക്കെല്ലാം കുറച്ച് റയർ ആയിരിക്കും. കോട്ടയത്ത് അവരെല്ലാം വേറൊരു ഷേപ്പിലാണ്, വേറൊരു ഇലയിലാണ് ആക്കുക. ഇഡ്ഡലി പാത്രം നല്ലപോലെ വേവിക്കാൻ വെക്കുക, നല്ല മൂടിയിലോട്ട്. എത്ര സമയമാണ് ഏകദേശം? ഏകദേശം ഒരു 10 മിനിറ്റേ വേണം, അപ്പോഴേക്കും നല്ലപോലെ പോകും. അങ്ങനെ നമ്മളെ ഏകദേശം നമ്മൾ അപ്പം റെഡിയായി വന്നിട്ടുണ്ട് അല്ലേ. തുറന്ന് നോക്കാം. ഇത് അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ എല്ലാ അപ്പവും നല്ല രീതിയിൽ ഇങ്ങനെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളത് കട്ട് ചെയ്യും അല്ലേ, കട്ട് ചെയ്തിട്ട് എടുക്കും. അപ്പം ഇങ്ങനെ നമ്മൾ ഓരോ അപ്പമായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വെക്കുവാട്ടോ ചെയ്യുക. നല്ല ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്യണം. ഹലോ, അപ്പം അങ്ങനെ നമ്മളിതാ അപ്പെല്ലാം റെഡി ആയിട്ടുണ്ട്. ഉണ്ട് കേട്ടോ, നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പം നമുക്ക് ടേസ്റ്റ് നോക്കാം. അതെ, കട്ട് ചെയ്തിട്ട് നമ്മളിങ്ങനെ ചെറിയ പീസാക്കിയിട്ടാണ് തിന്നാനെടുക്കുക. അപ്പോൾ നമ്മളിത് ടേസ്റ്റ് നോക്കുന്നുണ്ട്. ആദ്യം എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം എന്നാ കഴിക്കുമോളെ? ചൂടാകും ഭയങ്കര. അമ്മ കഴിച്ചിട്ട് പറ. നല്ല ടേസ്റ്റാണ്. അതിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റൂല. ആവിയിൽ വന്നതാണ്. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അതുകൊണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. അപ്പൊ നമ്മളെ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ്. ഹലോ, അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഒരു കുഞ്ഞു വീഡിയോ ആണ്. നിങ്ങളെല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ ആദ്യമായിട്ടാണ് ആരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.